കാശ്മീരിലെ മഞ്ഞുമല കാണാൻ വേണ്ടിയുള്ള പോക്കാണ്. ആ യാത്രയിൽ കയറ്റങ്ങൾ കയറുമ്പോൾ സൈഡിൽ നമുക്ക് കാണാം മഞ്ഞ് വീണ് കിടക്കുന്നതിൻ്റെ ദൃശ്യങ്ങൾ കാണാം. ശരിക്ക് ഉപ്പ് വിതറി കിടക്കുന്ന പോലെ വെളുത്തിട്ട് മഞ്ഞ് വീണ് കിടക്കുകയാണ്. ഇതിപ്പോൾ ഇവിടുന്ന് ഒരു 5-8 കിലോമീറ്റർ മുകളിൽ പോയാലാണ് ഗുൽമാർഗ് സ്ഥലത്താണ് ഈ മഞ്ഞ് മല. അപ്പോൾ അവിടേക്ക് പോണ വഴിയാണിത്. വലിയ കയറ്റാണ്. 2 സൈഡിലും മഞ്ഞ് ചെറുതായിട്ട് വീണ് കിടക്കുന്നുണ്ട്. കുറച്ചുകൂടി മുകളിലേക്ക് കയറി ചെല്ലുമ്പോൾ മഞ്ഞ് മൂടി കിടക്കുന്നത് കാണാം. ഇപ്പോൾ കണ്ടോ, വെളുത്ത് കിടക്കുന്നുണ്ടോ 2 സൈഡിലും. അതിൻ്റെ നടുക്കയുടെ റോഡാണ്. കുറേ കഴിയുമ്പോൾ റോട്ടിലുള്ളത് മഞ്ഞ് വീണ് കിടക്കുന്നുണ്ടാവും. ഇതാണ് മഞ്ഞ് കൊണ്ടുള്ള കലാപരിപാടികൾ. വളരെ രസകരമാട്ടോ 2 സൈഡിലും ഇങ്ങനെ മഞ്ഞ് വീണ് കിടക്കുന്നത് കാണാൻ, വെളുത്ത് കിടക്കുന്നത്. ഈ കയറ്റം തന്നെ കുറേ കിലോമീറ്ററുകളുണ്ട്. 5-6 കിലോമീറ്റർ മുകളിലേക്ക് കയറണം. അപ്പോൾ നമ്മൾ മൂന്നാറിലൊക്കെ പോണ വഴി പോലെ തോന്നും. വളഞ്ഞ് കയറി മുകളിലേക്ക് പോകും. അപ്പോൾ തന്നെ 2 സൈഡിൽ ഇതുപോലെ മഞ്ഞ് വീണ് കിടക്കുന്നത് കാണാൻ വളരെ ഭംഗിയാണ്. കുറച്ചുകൂടി മുകളിലേക്ക് ചെല്ലുമ്പോൾ റോട്ടിൽ വരെ മഞ്ഞ് കിടക്കുന്നുണ്ടാവും. അപ്പോൾ ഈ റോഡ് ക്ലീൻ ചെയ്യുന്നവർ ആ മഞ്ഞ് കാലത്ത് തന്നെ മാറ്റി കളഞ്ഞിട്ടാണ് ഉണങ്ങുണ്ടാവും. ഇപ്പോൾ മഞ്ഞിൻ്റെ കൂടുതലായി എന്നുവെച്ചാൽ സ്ഥലം കാണാൻ പറ്റാത്തവണ്ണം മഞ്ഞ് മൂടി തുടങ്ങി. ഇതിന് കനത്തിൽ വരും കുറച്ചുകൂടി ഫ്രണ്ടിലേക്ക് ചെല്ലുമ്പോൾ. മുന്നിലേക്ക് നല്ല രസമാണ്. പലരും പോയിട്ടുള്ള വീഡിയോസ് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ എനിക്കും അതുപോലെ ഒരു ചാൻസ് കിട്ടി. മഞ്ഞിൽ നിന്ന് മുകളിൽ ചെന്നിട്ട് വേണം മഞ്ഞ് വാരി അറിയാൻ. അപ്പോൾ അതുപോലെ ഞങ്ങൾ പ്ലാൻ ചെയ്ത് ഞങ്ങൾ പോയത് ഡിസംബർ ആദ്യമാണ്. ഡിസംബർ 10-ാം തീയതി 12-ാം തീയതി ആയിട്ടാണ് ഞങ്ങൾ പോയത്. പക്ഷെ ആ സമയത്താകുമ്പോൾ നമുക്ക് വലിയ കുഴപ്പമില്ലാണ്ട് കയറി പോകാം. ഉണ്ടോ, ഈ സൈഡിലൊക്കെ വരുമ്പോൾ റോട്ടിൽ മഞ്ഞ് വീണ് കിടക്കുന്നുണ്ടായിരുന്നു. അത് അവർ മാറ്റി. ഇപ്പോൾ വെള്ളം കിടക്കണുണ്ടോ. നമുക്ക് ഡിസംബർ എൻഡിലേക്ക് വരുമ്പോൾ പിന്നെ നമുക്ക് കയറാൻ പറ്റില്ല. റോഡ് ഫുള്ള് മഞ്ഞായിരിക്കും. പിന്നെ അവർ ബ്ലോക്ക് ചെയ്യും. അപ്പോൾ ഏറ്റവും നല്ല സമയം എന്ന് പറഞ്ഞാൽ ഡിസംബർ ആദ്യം, നവംബർ അവസാനം, ഡിസംബർ ആദ്യം ആണ്. അത് കഴിഞ്ഞാൽ പിന്നെ ഫെബ്രുവരി മാസത്തിലാണ് കൂടുതൽ നമുക്ക് മുകളിലേക്ക് കയറി പോകാൻ പറ്റുള്ളൂ. റോപ്പിലൊക്കെ കയറി പോകണം. അതാണ് അതിൻ്റെ രസകരമായ യാത്ര. ഇങ്ങനെ തന്നെ നമുക്ക് പോകുമ്പോൾ തന്നെ നല്ല രസമാണ് കാണാൻ. കണ്ടോ, 2 സൈഡിലും മഞ്ഞിങ്ങനെ വീണ് കിടക്കുന്നത്. ഇത് ഞങ്ങളുടെ വണ്ടിയിൽ തന്നെയാണ് പോയത്. അല്ലാണ്ട് തന്നെ താഴത്തുനിന്ന് ഇവർ ട്രിപ്പ് അടിച്ച് പോണ വണ്ടികളും കിട്ടും. പിന്നെ വളരെ സ്ലോവിലാട്ടെ നമുക്ക് കയറി പോകാൻ പറ്റുള്ളൂ. ഫാസ്റ്റായിട്ട് പോകാൻ പറ്റില്ല. അവിടെ ബോർഡും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. എന്നുവെച്ചാൽ മഞ്ഞിനടുത്ത് എന്തെങ്കിലും മഞ്ഞ് കൂടുതലുണ്ടെങ്കിൽ നമ്മൾ റോട്ടിൽ നിന്ന് തെന്നി പോകും. മരത്തിൻ്റെ മുകളിലേക്കുള്ള രാത്രി പെയ്ത മഞ്ഞ്. ക്രിസ്മസ് കാലത്ത് അതിനകത്ത് കണ്ടോ, ഇവിടെ എത്തിയപ്പോഴത്തേക്കും മഞ്ഞ് കൂടി. മരങ്ങളിലൊക്കെ മഞ്ഞ് വീണ്. ഇനി ഈ മഞ്ഞ് വീണ കിടക്കുന്ന മരങ്ങളെല്ലാം ഇല കൊഴിഞ്ഞു പോവും. കോല് പോലെയാവും. അപ്പോൾ ഈ മഞ്ഞ് കൂടുതൽ കാണും തോറും നമ്മൾ മുകളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. മല മുകളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് മഞ്ഞ് കൂട്ടുന്നത്. വീടിൻ്റെ മുകളിൽ മഞ്ഞ് കിടക്കണം. മഞ്ഞ് കാണിച്ചു കൊടുക്കുക. ഇപ്പൊ കാണില്ല കേട്ടോ. നമ്മൾ ഈ മലയുടെ ഇപ്പുറത്ത് പോകുന്നു. ഇവിടെയൊക്കെ
നമ്മൾ വന്നപ്പോഴത്തേക്കും റോട്ടിലുള്ള മഞ്ഞൊക്കെ അവർ മാറ്റി ഉണ്ടോ. ഇപ്പോൾ കട്ട പിടിച്ച് കിടക്കുന്നുണ്ടോ മഞ്ഞ്. ഇത് കട്ടയുണ്ടോ? വളഞ്ഞേരി നടന്നല്ലേ. ഇവിടെയൊക്കെ എത്തിയപ്പോഴത്തേക്കും മരങ്ങളും എല്ലാം മഞ്ഞായി. മഞ്ഞ് പെയ്യുന്ന സമയമുണ്ട്, ചില സമയത്ത് മഞ്ഞുമഴ ഉണ്ടാവും. ഇവിടെയൊക്കെ മഞ്ഞ് റോട്ടിൽ നിന്ന് സൈഡിലേക്ക് വാരിയിട്ടതാണ്. മല പുതച്ചു കൂടി കിടക്കണതാ. അങ്ങനെ കയറി മുകളിലേക്ക് കയറി മലമുകളിലെത്താറായി. ഇനിയിപ്പോൾ ഗുൽമാർഗ് അതിർത്തിയായിരിക്കും. ഗുൽമാർഗ് ബോർഡ് കണ്ടു കഴിഞ്ഞാൽ അവിടെ തൊട്ട് അങ്ങനെ ഗുൽമാർഗ് അതിർത്തി എത്തി.